ഹലോ എവ്രി വൺ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മീഷോൻ്റെ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചതിൻ്റെ മീഷോ ഫൈൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രസ് കളക്ഷൻസ് കാണിക്കുമോ, മീഷോന്ന് ഇതുവരെ വാങ്ങിച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സും ഒന്ന് കാണിച്ചു തരുമോ, അങ്ങനെ ചോദിച്ചിട്ട് കുറച്ച് കമൻറ്റ്സ് ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. സോ ഇതൊരു മീഷോ അഫോർഡബിൾ ആയിട്ട് ഇതിലുള്ള എല്ലാ ഡ്രസ്സും 300-ന് താഴെയുള്ള ഡ്രസ്സുകളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഈ ഡ്രസ്സൊക്കെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 3-4 ഇയേഴ്സ് ആവാൻ തുടങ്ങി. ചിലതൊക്കെ ഈ ഇടയ്ക്ക് വാങ്ങിച്ചതുണ്ട്, ചിലതൊക്കെ 3 ഇയേഴ്സ് മുമ്പ് വാങ്ങിച്ചതൊക്കെയാണ്. അപ്പോൾ കാണിച്ചു തരാം. ആൻഡ് ഗായ്സ്, ഞാൻ ഒരു ഡ്രസ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആ ഒരു ഡ്രസ്സ് കാണുന്നില്ല. അതിൻ്റെ ഫോട്ടോ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാം, റൈറ്റ് ഞാൻ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ബാക്കിയുള്ളതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ മൈക്കൊന്ന് പറയട്ടെ. ഓക്കെ ഗായ്സ്, ഇപ്പോൾ സാധനങ്ങളുടെയൊക്കെ റേറ്റ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ കൊടുക്കുക, റേറ്റ് അതിൻ്റെയൊക്കെ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഈ ഒരു ബ്ലാക്ക് ഷോർട്ട് കുർത്തിയാണ്. നല്ലൊരു ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ട് വരുന്നൊരു ഷോർട്ട് കുർത്തിയാണ്. ബ്ലാക്കിൽ വൈറ്റ് കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. നല്ല രസമുണ്ട്. ഷോർട്ട് കുർത്തിയാണല്ലോ, ഓപ്പൺ ആയിട്ടുള്ളൊരിതാണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷർട്ടാണ്. ഇതൊരു പിങ്ക് ഷർട്ടാണ്. നമുക്ക് പെട്ടെന്ന് കോളേജിലേക്കൊക്കെ പോകണമെങ്കിൽ ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, യെല്ലോ, ഗ്രീന്, അങ്ങനെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരെണ്ണത്തിന് 100 റുപ്പീസ് ഉള്ളൂ. എത്രയാണെന്ന് വെച്ചാൽ 100 സംതിങ്ങേ ഉള്ളൂ. 150 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഷർട്ട് കിട്ടുന്നത്. ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3-4 ഇയേഴ്സ് ആയി. എന്നിട്ട് ഇപ്പോഴും ആ ഒരു ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട്. ഞാൻ ഫസ്റ്റൊക്കെ മീഷോന്ന് അധികം ഒന്നും വാങ്ങിക്കാറില്ല. പക്ഷെ ഇപ്പോൾ ഡ്രസ്സൊക്കെ കുഴപ്പമൊന്നുമില്ല, മേക്കപ്പ് പ്രൊഡക്ട്സ് ഒന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ ഇതാണ് ആ ഒരു ഷർട്ട്. ഫുൾ സ്ലീവിൽ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ ഉള്ളതാണ്. ആൻഡ് ഇതേപോലത്തെ സെയിം ആയിട്ടുള്ളൊരു ഷർട്ടാണിതും. ഇത് വൈറ്റ് ആണ്. ഇത് കുറേ ചുളുങ്ങിയിട്ടുണ്ട്, ഞാൻ ഇസ്തിരി ഒന്നും ഇട്ടിട്ടില്ല. ആൻഡ് ഞാൻ ഈ ഒരു ഷർട്ടും ഈ പിങ്കും പിന്നെ ഈ ഒരു ബ്രൗണും കൂടി സെയിം ആയിട്ട് ഒപ്പം വാങ്ങിച്ചതായിരുന്നു. ഞാൻ ഫസ്റ്റ് +1 +2ലേക്ക് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമുക്കൊരു 1.5 മാസമൊക്കെ കളർ ഡ്രസ്സ് ആയിരിക്കുമല്ലോ, യൂണിഫോം കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ. ആ ടൈമിൽ ഞാൻ മീഷോയിൽ നോക്കിയപ്പോൾ അഫോർഡബിൾ ആയിട്ട് കണ്ടപ്പോൾ ഞാൻ അത് വാങ്ങിച്ചതായിരുന്നു. ആൻഡ് ഇതിൻ്റെ റേറ്റ് ഞാൻ അവിടെ കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ്. ഒരു ടൈമിൽ ട്രെൻഡിങ് ആയിരുന്ന ഒരു ടോപ്പാണ് ഇത്. ഈ ഒരു ടോപ്പ് ഒരു അനാർക്കലി ടൈപ്പാണ്. ഇങ്ങനെ വീനക്കൊക്കെ വന്നിട്ട് ഫുൾ ഹാൻഡാണ്. ഷോർട്ട് കുർത്തിൻ്റെ ആ ഒരു ടൈപ്പാണ് ഇത്. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ തന്നെ ഞാൻ വേറൊരു കളറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു കളറാണ്. ഇത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഡ്രസ്സ് എവിടെ നിന്നാണ്, ഇത് എത്രയായി, അടിച്ചതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചത്. ഇതിനും ഒന്നും ഞാൻ അയൺ ചെയ്തിട്ടില്ല. പ്ലീസ് ഇഗ്നോർ ദാറ്റ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താണ് ഒന്ന് വീഡിയോ എടുക്കാന്ന്. സോ ഇതാണ് ആ ഒരു ഡ്രസ്സ്. വൈറ്റ് ഇതിൽ ഹേർട്ട് റെഡ് വരുന്നതാണ്. ഇത് രണ്ടും സെയിം ആണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷർട്ടാണ്. ഇത് നമുക്ക് ഈ ജീൻ ടൈപ്പ് പാവാടയൊക്കെ ഉണ്ടാവില്ലേ, എന്താ പറയുക, ഡെനിം ക്ലോത്തിൻ്റെ ആ ഒരു അതിൻ്റെ ഒപ്പം കിട്ടാൻ നല്ല രസമുണ്ടാവും. ഫുൾ ഹാൻഡ് വരുന്ന ഒരു ഷർട്ടാണ്. ഇങ്ങനെ ഒരു കെട്ടൊക്കെ വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചത്. ഈ ഇടയ്ക്ക് മീൻസ് ഒരു 4-5 മാസം മുമ്പ് വാങ്ങിച്ചത് ഈ ഒരു ഡ്രസ്സാണ്. ബാക്കി എൻ്റെ കയ്യിലുള്ളതെല്ലാം വാങ്ങിച്ചിട്ട് ചിലത് 1 ഇയർ ആയി, ചിലത് 3 ഇയേഴ്സ് ആയി, അങ്ങനെയുള്ളതാണ്. അപ്പം ഇത് മാത്രമാണ് ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ചത്. ഇത് ഒരു കുഞ്ഞ ടോപ്പാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ഡെനിമിൻ്റെ
ഡെനിം സ്കേർട്ടിൻ്റെ ഒപ്പം ഇടാനാണ് ഇത് മേടിച്ചത്. അപ്പോൾ നമുക്ക് സ്കേർട്ടിൻ്റെ ഒപ്പം ഇടുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ. നല്ല ക്യൂട്ടായിട്ടൊരു പഫൊക്കെ വരുന്നൊരു പഫ് ഹാൻഡ് വരുന്നൊരിതാണ്. ഇത് ഞാൻ വൈറ്റ് കളർ ഇന്നർ വെച്ചിട്ട് പെയർ ചെയ്യാണ് ചെയ്യുക. ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് വരുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. എന്തായാലും മീഷോ യൂസ് ചെയ്യണ എല്ലാവരുടെയിലും ഈ ഒരു ഇതുണ്ടാവും. ഇതാണ് ടാൻ ടോപ്പ്. നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഇന്നറായിട്ടും ചിലവർ ടാൻ ടോപ്പും ജീനായിട്ടൊക്കെ ഇടാറുണ്ട്. ഇത് ഒരു ടാൻ ടോപ്പാണ്. എനിക്ക് ഈ 2 എണ്ണം കൂടിയിട്ട് 150ക്കാണ് കിട്ടിയത്, 2 കോംബോ ആയിട്ട്. ആൻഡ് ഈ ബ്ലാക്ക് എനിക്ക് നല്ല ഇഷ്ടമായി. ബ്ലാക്ക് ഇത്രയും ഇയേഴ്സ് ആയിട്ട് ഇതിൻ്റെ കളർ പോയിട്ടില്ല. പക്ഷെ വൈറ്റിൽ ചെറിയൊരു ഇങ്ങനെ ഒരു അഴുക്ക് പോലെ വന്നിട്ടുണ്ട്. പക്ഷെ ബ്ലാക്ക് സെയിം അതുപോലെ തന്നെ ഉണ്ട്, കണ്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളത് തന്നെയാണ്. അങ്ങനെ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യാം.